2010 നിയമസഭയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് ഇതേപോലെ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കണ്ടില്ലല്ലോ. കണ്ടോ? ഇപ്പോൾ നിങ്ങൾ 110 സീറ്റിൽ ഈ MP ഇലക്ഷൻ ഉണ്ടല്ലോ, പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, 110 സീറ്റിൻ്റെ പിന്നെ വിജയം ഉണ്ടായിരുന്നു എല്ലാ മണ്ഡലങ്ങളും. മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടോ? ഇപ്പോൾ എന്താ 80ലേക്ക് 79ലേക്ക് 78ലേക്കൊക്കെ ചുരുങ്ങിയല്ലോ. ബാക്കി സീറ്റ് അവിടെ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജോസ് കെ മാണി ഇതായ വിലയുണ്ട്. ജോസ് കെ മാണി പറയാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ ക്ലിയർ എന്താണെന്നറിയോ, വെറുതെ അടങ്ങിയിരുന്ന ജോസ് കെ മാണീനെ വലിയ ആളാക്കി. മനസ്സിലായോ? ജോസ് കെ മാണീൻ്റെ എല്ലാ വികസന നേട്ടങ്ങളും പുറത്തു വന്നു. ജോസ് കെ മാണി കത്തോലിക്ക സഭയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. റോഷിയാസ് എന്ന് പറയുന്ന മന്ത്രി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. വികസന രാഷ്ട്രീയം കേരളത്തിൽ ചർച്ചയാക്കിയത് ഇപ്പോൾ ആരാ? ഈ ജോസ് കെ മാണി ഈ സഭയ്ക്കും ഈ പറയുന്ന സംവിധാനത്തിനും കോട്ടയത്തിനും ഇടുക്കിക്കും സഭയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പുറത്തു അക്കമിട്ടല്ലേ പറഞ്ഞത്. അതെ, വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമം പാസാക്കി. JB കോശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലേ, ജോസ് കെ മാണി ഒറ്റ കാര്യം ചെയ്താൽ മതി. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ ചർച്ച നടക്കുന്നതിന് പോകുന്നതിന് മുന്നേ ആ റോഷിയാസിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്, ഇവരെ പുറത്താക്കുന്ന രാത്രി. ആ ബൈറ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. അന്നേരം ജോസ് കെ മാണീൻ്റെ കൂടെ ഒരൊറ്റ ആളും ഉണ്ടല്ലോ കേട്ടോ. ഈ പറയുന്ന റോഷിയാസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും വൃത്തിയായ ഒരു ബൈറ്റ് റോഷിയാസി കൊടുക്കുന്നത് കണ്ടത് ക്ലാരിറ്റിയാണ്, ഷാർപ്പ് ബൈറ്റാണ്. അതിനേക്കാളും വൃത്തിയായിട്ട് ഇന്ന് ജോസ് കെ മാണിയും പറഞ്ഞു.